ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിയർ സിമ്പിൾ കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കായും ചേമ്പും വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകറിയാണ്. പച്ചക്കായ ചേമ്പ് പുളിങ്കറി എന്നാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പറയുന്നത്. തൈര് കൂടി ഈ കറിയിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ചൂട് കാലാവസ്ഥയിൽ ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറി തന്നെയായിരിക്കും ഇത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പച്ചക്കായ ചേമ്പ് പുളിങ്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായയും 2 ചേമ്പുമാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ടും തൊലിയൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. പച്ചക്കായയുടെ തോല് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കോർണർ ഭാഗത്തെ തൊലി മാത്രം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ചേമ്പിന്റെ തൊലി മുഴുവനായിട്ടും നല്ല നീറ്റായി കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ തൊലി കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു മീഡിയം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. തീരെ ചെറുതായി പോകാൻ പാടില്ല. അപ്പൊ പച്ചക്കറി ഇവിടെ നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് 2 തണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് 3 വിസിലിനൊന്ന് വേവിച്ചെടുക്കണം. പച്ചക്കറി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ ഇതിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച ശേഷം ഇതിലേക്ക് അരപ്പ് കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഒരല്പം തിക്നെസ്സിൽ തന്നെ ഉണ്ടാവണം, എന്നാലാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. ഒരുപാട് ലൂസായി പോകാൻ പാടില്ല. നല്ലപോലെ തിളച്ചു വന്നു കഴിഞ്ഞാൽ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് താളിച്ച് ചേർക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു പാന് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് മുഴുവനായും പൊട്ടി വരുന്ന സമയത്ത് ഒരല്പം മാത്രം ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചക്കായ ചേമ്പ് പുളിങ്കറി റെഡിയായി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഈ ചൂട് കാലത്ത് ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സ് വഴി ഇൻഫോം ചെയ്യുക. ഇതുപോലുള്ള നല്ല കിടിലൻ റെസിപ്പീസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.